നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കുടുംബം, ജോലി, ആരോഗ്യം, സാമ്പത്തികം, ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് ഉപ്പനാകുന്നു, രണ്ടാമത്തെ ചിത്രം മുക്കുറ്റിയാണ്, മൂന്നാമത്തേത് കാക്കയാകുന്നു, നാലാമത്തേത് ശംഖുപുഷ്പമാണ്. ഈ 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ സമയം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടോ അല്ലാതെയോ നിങ്ങൾക്ക് ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. ആദ്യം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിക്കുന്നവരാണ് എങ്കിൽ ഇഷ്ടദേവതയെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തി വരുന്നതായ വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജന്മനക്ഷത്രം, പേരും പ്രത്യേകം രേഖപ്പെടുത്തുക. അതോടൊപ്പം എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഉപ്പനെ തിരഞ്ഞെടുത്തവർ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്നതോ ആയ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് വാസ്തവമാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. സാമ്പത്തികം അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ, ജോലി സംബന്ധമായി അത്തരത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നു. അത് പങ്കാളിയുമായി ബന്ധപ്പെട്ടോ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരത്തിൽ ഒരു മനസമാധാനക്കുറവ്, കലഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സഹായകരമായ ദിവസങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ജോലിയുമായി ബന്ധപ്പെട്ട് ചില ടെൻഷനുകൾ, ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. മനസമാധാനം ലഭിക്കാത്തതായ അവസ്ഥ, അല്പം തിരക്ക് നിങ്ങൾക്ക് കൂടുതലായി തന്നെ ഉണ്ട്. അതിനാൽ തന്നെ പലപ്പോഴും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പല അപൂർവമായ നിമിഷങ്ങളോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അഥവാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കാതിരിക്കുകയും ചെയ്യുന്നതായ അവസ്ഥയുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ടുമാകാം. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ജോലി ജീവിതത്തിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. വിദേശത്തേക്ക് പോലും ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇപ്പോൾ സമയം അത്ര അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കഠിനമായി പരിശ്രമിക്കുകയാണ് എങ്കിൽ വിജയിക്കും. അതല്ല എങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. കൂടാതെ ഈ സമയം ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. അത് നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയും ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാകുന്നു. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാത്തതിൻ്റെ വിഷമം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അല്പം ബാധ്യതകളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട ബാധ്യതകളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ ലഭിക്കുന്നതായ പണം നിങ്ങളുടെ ചെലവുകൾക്ക് മാത്രമായി ഒതുങ്ങി പോകുന്നതായ അവസ്ഥ, സമ്പാദ്യത്തിലേക്ക് നീക്കി വയ്ക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഉണ്ട്. എന്നാൽ അതിൽ മാറ്റം വരുന്നതാകുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലുള്ള കടബാധ്യതകൾക്കും മറ്റ് ദുരിതങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. അസാധ്യമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും കൂടാതെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും.
കഷ്ടതകൾ നീങ്ങുകയും ധനപരമായ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. രണ്ടാമത്തെ ചിത്രമായ മുക്കുറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിലും അല്പസമയം നിങ്ങൾ കാത്തിരിക്കണം എന്ന് തന്നെയാണ് ഫലം. പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ ആ കാര്യം നടക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ വ്യത്യാസങ്ങൾ വന്നു ചേരാം. നിങ്ങൾ കഠിനമായ ശ്രമങ്ങൾ നടത്തുക. ഈ സമയം ഈശ്വരാധീനം അല്പം വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഈ സമയം അല്പം ശ്രദ്ധയോടെ നീങ്ങുകയാണ് എങ്കിൽ കാര്യങ്ങൾ നടക്കും. അതല്ല എങ്കിൽ കാലതാമസം നേരിടും എന്ന് തന്നെയാണ് ഫലം. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അലട്ടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത് സഹായവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ പല രീതിയിലുള്ള നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. എന്നാൽ നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം സാമ്പത്തികപരമായ ദുരിതങ്ങൾക്ക് പല വ്യക്തികളും കാരണമാകുന്നു എന്ന് തന്നെ പറയാം. മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. അവരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ജോലിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ വിദേശ യോഗം നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ വിദേശത്തേക്ക് ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമായി തന്നെ പരാമർശിക്കാം. ഈ സമയം അല്പം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ സംജാതമാകാം. കർമ്മരംഗത്ത് തടസ്സങ്ങളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് അതിനാൽ അല്പം പ്രയാസം നിങ്ങൾക്കുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകരിൽ നിന്നോ നിങ്ങൾക്ക് വളരെയധികം മോശകരമായ അനുഭവമോ അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്നതായ അനുഭവങ്ങളോ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. അത് ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ ആകണം എന്നില്ല. കുടുംബത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുമാകാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നു, അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ മാറ്റം വരും എന്ന് തന്നെയാണ് ഫലം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ മാറ്റം വരും. കലഹം വളരെയധികം വർദ്ധിക്കുകയും മനസ്വസ്ഥത നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ളതുപോലെ തന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും, അത് വലുതല്ല എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ സംഭവിക്കും. തീർച്ചയായും നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അല്പം വർദ്ധിപ്പിക്കുക. തീർച്ചയായും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. എന്നാൽ ഇപ്പോൾ പ്രധാനമായും പല രീതിയിലുള്ള മാനസികപരമായ ക്ലേശങ്ങൾ നിങ്ങളെ തളർത്തുന്നു എന്ന് തന്നെ പറയാം. അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അനുകൂലമായ ഫലങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ സാധിക്കൂ. മൂന്നാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ദൈവചൈതന്യമുള്ളവരാണ് നിങ്ങൾ. പെട്ടെന്ന് തന്നെ ദൈവികമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ കുടുംബപരമായി നോക്കുകയാണ് എങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ചെറുതോ വലുതോ ആകാം. പല രീതിയിലുള്ള കലഹങ്ങളുണ്ട്. തർക്കത്തിനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ മനക്ലേശങ്ങൾ വർദ്ധിക്കുന്നതായ അവസ്ഥ ഉണ്ട്. കൂടാതെ സാമ്പത്തികപരമായ പ്രയാസങ്ങളാലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. അത് സാമ്പത്തികപരമായുമാകാം. അത്തരം പ്രശ്നങ്ങൾ വഴിമാറിപ്പോകും എന്ന് തന്നെ പറയാം. ഭാഗ്യസമയം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം.
ആരോഗ്യപരമായി അല്പം ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടത് അനിവാര്യമാണ്. കുടുംബാംഗങ്ങളുടെ എവരുടെയും ആരോഗ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സ്നേഹം പുറമെ കാണിക്കാത്തതിനാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി, മനോബലം ഈശ്വര കടാക്ഷത്താൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ബുദ്ധി വർദ്ധിക്കുകയും ഇവരുടെ ബുദ്ധി വൈഭവത്താൽ വലിയ രീതിയിലുള്ള ഉയർച്ച നേടുകയും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ ഉയർച്ചയും നേടുവാൻ സാധിക്കും. പുതിയ വീട് എന്ന സ്വപ്നം കാണുന്നവർക്ക് അത് വേഗം നടക്കുവാനോ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും തീർച്ചയായും നിങ്ങൾക്ക് പങ്കാളിയുടെ സാന്നിധ്യം ധൈര്യം പകരുന്നു തന്നെയാണ്. നിങ്ങൾക്ക് പങ്കാളിയുമായുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലെ തർക്കങ്ങളോ പരിഹരിക്കുവാൻ സാധിക്കും. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല. അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ അത് പടിപടിയായി മാറ്റിയെടുക്കുവാനും സമാധാനം കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കും. പെട്ടെന്ന് തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കുന്നതായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷത്താൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ജോലിപരമായി ഉയർച്ച നേടുകയോ ജോലി മാറുകയോ പുതിയ ജോലി ലഭിക്കാനോ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാകുന്നു. തീർച്ചയായും നിങ്ങൾ ഈ സമയം പ്രവർത്തനങ്ങൾ നടത്തുക. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നാലാമത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ കുടുംബത്തിൽ കലഹത്തിനും ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനും സാധ്യത കൂടുതലാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുമാകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നതായ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ പുലർത്തേണ്ടതായ അവസ്ഥയാണ് ഉള്ളത്. തീർച്ചയായും ആ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഏത് കാര്യവും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. മനക്ലേശങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ടോ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. കച്ചവടങ്ങളിൽ നിന്നും ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും എന്ന കാര്യം ഓർക്കുക. വിദേശത്തേക്ക് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മാറുവാനോ പുതിയ ജോലി ലഭിക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ് പരമായി നേട്ടങ്ങൾ, നവീകരണം, അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നവീകരണത്തിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ്. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് മാറ്റുവാൻ സഹായിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും. ഉല്ലാസയാത്രകൾ, മനസ്സ് തുറന്ന് സംസാരിക്കുക, അത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു കാര്യവും ഉറപ്പിച്ച് നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. മനസ്സിൽ പലവിധ ചിന്തകൾ വരുന്നു. ഏത് കാര്യം ശരിയായി ഭവിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അതിൽ മാറ്റം വരുന്നു എന്ന് തന്നെ പറയാം. ശാരീരികമായ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മനോബലം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇഷ്ടദേവതയിൽ അഭയം പ്രാപിക്കുക. തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പോസിറ്റീവായ ചിന്ത എന്നിവ മനസ്സിലേക്ക് കടന്നു വരാനും ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടന്നു വരാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തികപരമായ പ്രയാസങ്ങൾ മാറില്ല എന്ന് ഒരിക്കലും ധരിക്കുവാൻ പാടുള്ളതല്ല. മാറുക തന്നെ ചെയ്യും. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല. എന്നാൽ നടക്കില്ല എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. അല്പം കാത്തിരിക്കുക. ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. അനാവശ്യമായ ഭയം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ഇനി വരുന്ന കാര്യങ്ങളാൽ ബോധ്യപ്പെടുന്നതായ അവസരങ്ങൾ സംജാതമാകും. ഇഷ്ടദേവതയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക.